നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടാൽ നമുക്ക് ഇത് ഏതെങ്കിലും കോമഡി സിനിമയിലെ സീനാണോ അതോ റിയൽ ലൈഫ് സംഭവമാണോ എന്ന് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ആ ടൈപ്പ് കുറേ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാനായി ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം, ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പലരും പല ഷോയും കാണിക്കുന്നുണ്ട്. പക്ഷെ പരിപാടി മുഴുവൻ കയ്യിലാക്കിയത് ഓർ കാലിൻ്റെ അടിയിലാക്കിയത് ഇങ്ങനെ തന്നെയാണ്. അതിപ്പോൾ പൊട്ടിപ്പുള്ളി തലയും കുത്തി താഴെ എന്നത് നോക്കിയിരുന്നാൽ നിങ്ങൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. കാരണം അത് ഇതിലില്ല. എന്തായാലും പന്തൽ കെട്ടിയവനെ സമ്മതിക്കണം. അപ്പോൾ ഈ ഫാമിലി പ്രകൃതി രമണീയമായൊരു സ്ഥലത്തേക്ക് ചെറിയൊരു ട്രിപ്പ് വന്നതാണ്. പക്ഷെ നാച്ചുറലായൊരു സ്ലൈഡിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെന്ന് പിന്നെയാണ് അവർ മനസ്സിലാക്കിയത്. ആളില്ലാത്ത തക്കം നോക്കി വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ നോക്കുകയാണ് ഈ യുവാവ്. എന്നിട്ട് അടിച്ചത് മുഴുവൻ ഡീസലും. എന്തായാലും മോഷ്ടിക്കാൻ വന്നതാണ്, എന്നാ പിന്നെ അത് അതിന്റെ മെനക്ക് ചെയ്യടാ. വൈക്കോലുമായി വരുന്നവന്റെ കണ്ണും ചെവിയൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടേ പോകൂ എന്ന് കരുതി ഇറങ്ങിയതാണ് പുള്ളി. പക്ഷെ അവന് കിട്ടേണ്ടത് കിട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഇനി നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇനി കിടലൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. പക്ഷെ ലാസ്റ്റ് വരെ കാണണം. അവസാനം ഒരു മാസ് ഗസ്റ്റ് എൻട്രി ഉണ്ട്. ആരും കളിയാക്കണ്ട, ചേച്ചി അവരോട് ചോറ് വെന്തൊന്നും വല്ലതും പറയാൻ വന്നതായിരിക്കും. പല മലയാളികൾക്കുള്ളൊരു സ്വഭാവമാണ് തേങ്ങ ഇവിടെ കിടക്കുന്നത് കണ്ടാലും പെറുക്കാൻ തോന്നും. അപ്പോൾ ഈ ചേച്ചിയും അതിൽ നിന്ന് വ്യത്യസ്തയല്ല. ആ പൊന്നി ചേച്ചി, ഈ തേങ്ങ വെച്ച് ചട്നി ഉണ്ടാക്കിയ വായിലൂടെ ടൊമാറ്റോ സോസ് തുപ്പേണ്ടി വരും. അപ്പൊ പുള്ളിയുടെ കാര്യമായിട്ട് എന്തോ ഒരു മാസ് വീഡിയോ എടുക്കാനുള്ള പുറപ്പാടിലാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറെ കണ്ടപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വന്നതാണ് ഈ കുട്ടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്നാലും ഇത്രയും പോപ്പുലറായ M4 ഫിറോസ് കെ ആ കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ. കൊച്ചി രാജാവ് സിനിമയിലെ ഈ ഒരു സീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കുമല്ലോ, നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരാ കാഴ്ച കണ്ടത്.
ആരും വേറൊന്നും വിചാരിക്കണ്ട, പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിന് അത് വാങ്ങിക്കൊടുത്താണ് അത്രേ. അപ്പോൾ ഗേൾ ഫ്രണ്ടിന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് പുള്ളിയെ കൂടി അതങ്ങ് ഇടിയിപ്പിച്ചു എന്ന്. വെള്ളമടിച്ച് ഓഫായ പലരും വളരെ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ. അത്യാവശ്യം വീര്യം കൂടിയ ഒരു പാമ്പ് പിടുത്തമാണ് കണ്ടത്. സംഭവം കോഴിക്കോട് കൊയിലാണ്ടി മുച്ചുകുന്നിലാണ്. മദ്യലഹരിയിൽ പെരുമ്പാമ്പിനെ പിടിച്ച വണ്ടിക്ക് പിന്നിലിരുത്തി നൈറ്റ് റൈഡ് അടിച്ചത് ജിത്തു. പാമ്പിനെ എല്ലാവരെയും കാണിച്ച് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പെരുമ്പാമ്പിനെ അവിടെ ഏൽപ്പിച്ചു. വനംവകുപ്പ് പിന്നീട് പാമ്പിനെ കാട്ടിലും വിട്ടു. ഒരു പോറലുമില്ലാതെ പാമ്പിനെ സ്റ്റേഷനിലെത്തിച്ച ജിത്തുവേട്ടന്റെ കരുതലും പലരും കാണാതെ പോകുന്നുണ്ട്. അതിപ്പോൾ അതും പാമ്പ് അങ്ങേരും പാമ്പ്. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു കുടുംബമായ സ്ഥിതിക്ക് അലമ്പൊന്നും ഉണ്ടാക്കാതെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചതായിരിക്കും ആ ഒറിജിനൽ പാമ്പ്. അപ്പോൾ ഈജിപ്തിലേക്ക് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി. പക്ഷേ ട്രിപ്പിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആകെ ഒരു വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് ട്രെയിനിൽ കയറി ഡോറ് പെട്ടെന്ന് അടഞ്ഞു പോയി. മൂപ്പരങ്ങ് കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും? ഞങ്ങൾക്ക് ഫോണില്ല, നെറ്റ്വർക്കില്ല, ഒന്നുമില്ല. ഈ ട്രെയിനിൽ കയറി അതിപ്പോ ഭൂമി ഉണ്ടതല്ലേ ബ്രോ, കറങ്ങി തിരിഞ്ഞ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് തന്നെ എത്തുമായിരിക്കും. ഒരു അന്തമില്ലാത്ത ഒരാളാണ് കയറി പോയത്. അതായത് 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്, അഥവാ ഇന്ന മിസ്സാണെങ്കിൽ അത് മിസ്സായ പോലെ കൂട്ടണം. പക്ഷെ ഇവന്മാരുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അവനെ ഒഴിവാക്കാൻ വേണ്ടി ഇവര് തള്ളിക്കയറ്റി വിട്ടതാണെന്നാ. മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അതെ, ഈജിപ്തിലുള്ള ഒരു ട്രെയിനിൽ കയറി എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല. റോഡിൽ സ്പേസ് ഇല്ലാത്ത സ്ഥിതിക്ക് വണ്ടി ബാക്കോട്ട് എടുക്കുകയാണ് ഈ കാറിലുള്ളവർ. അപ്പൊ അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നത് കാറിന്റെ പിന്നിലിരിക്കുന്ന ഇവനാണ്. ഒന്നാമതേ പിന്നിലിരിക്കുന്നവൻ പിന്നോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. രണ്ടാമത് അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ വലതു കടന്നുമല്ല ഡ്രൈവറുടെ വലതു കടന്നു തിരിച്ചറിയുള്ള ബോധവും അവനില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മികച്ചൊരു ഡാൻസ് വീഡിയോ എടുക്കാൻ പോവുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായ ആ കമിയോ റോൾ സംഭവിച്ചത്. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? गलाव में पानी आ गया, गमछा भी खुल गया मेरा, लगती ये ഡാ നമ്മൾ ഇന്ത്യൻസിന്റെ ടെക്നിക്ക് ഒന്നും ഇങ്ങനെ പബ്ലിക് ആകല്ലേ. ഈ വിദേശികൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ അവരും അതൊക്കെ പഠിക്കും. അങ്ങനെ ഇപ്പോൾ അവർ വിലസണ്ട. എന്തൊക്കെയായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ബുദ്ധി ആലോചിച്ച് നമുക്ക് അഭിമാനം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനം തോന്നിപ്പിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഇത്. വെയിലിൽ നിന്നും മോചനം നേടാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഭിമാന താരമായ മുഹമ്മദിൻ്റെ ചില ഐഡിയകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. മുഹമ്മദേ, ഒന്ന് ജനങ്ങളിലൊന്ന് കാണട്ടെ ഈ ഐഡിയ. വെയിൽ കൊള്ളാണ്ട് നിൽക്കുന്ന എത്ര വലിയ വെയിൽ തിന്നു. ഗപ്പി വളർത്തൽ എവിടെയാണെന്ന് കാണണ്ടേ? കാണിച്ചുതരാം. നാട് റോഡിൽ, ഇവിടെ തമ്പാനൂർ റോഡ്. ഫ്രോഡ് വികസനവും മത്സ്യകൃഷിയും ഒപ്പം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ നാട്. അഭിമാന നിമിഷം തന്നെ ഇത്. ആദ്യമായി ഒരു ബേക്കറിയിൽ കയറിയ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല അവിടെ വ്യത്യസ്തങ്ങളായ ഷേക്കുകളാണ് ഉണ്ടായിരിക്കുക എന്ന്. സ്ട്രോബെറി, പൈനാപ്പിൾ വേണം. പക്ഷെ അതെന്താ അവർക്ക് ആർക്കും വെണ്ണില ഷേക്ക് വേണ്ടാത്ത. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ. ടോം ആൻഡ് ജെറി ഫാൻസ് ആണോ നിങ്ങൾ? എന്നാൽ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ. പലപ്പോഴും ബസ്സുകളിൽ സിനിമയും അതുപോലെ തന്നെ വീഡിയോ സോങ്ങുകളൊക്കെ ഇടുന്നത് കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ, അതും KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സിൽ ടോം ആൻഡ് ജെറി ഇട്ട് കാണുന്നത്.
സംഭവം മറ്റൊന്നുമല്ല. ബസ്സിലൊരു കുട്ടി കുറെ നേരമായി കരയുന്നു. അപ്പോൾ കണ്ടക്ടറേട്ടൻ വിചാരിച്ചു എന്നാ പിന്നെ ടോമാഞ്ചറിയും ഇട്ടുകൊടുക്കാമെന്ന്. കുട്ടി കരച്ചിൽ നിർത്തിയെന്ന് മാത്രമല്ല, ബസ്സിലുള്ള ഭൂരിഭാഗം പേരും അതും കണ്ടിരുന്നു എന്നത് മറ്റൊരു സത്യം. എന്തായാലും കുട്ടിയും ഹാപ്പി, കണ്ടിരുന്ന മറ്റുള്ളവരും ഹാപ്പി. എന്നിട്ട് അവസാനം ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടും കുട്ടി ഇറങ്ങുന്നുമില്ല അത്രേ. ആ പ്രശ്നം അവരെങ്ങനെ പരിഹരിച്ചോ എന്തോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.